എന്തായാലും നീ എവിടെയെങ്കിലും വീണോ? അല്ല രക്തം പറ്റിയിട്ടുണ്ടല്ലോ. എടാ ഇവിടെ രക്തം കിടക്കുന്നല്ലോ. എടാ എന്താ പറ്റിയത്? എന്താ സംഭവിച്ചേ? ബാത്റൂമിൽ നോക്ക്. ഇവിടെ എന്താ പറ്റിയത്? എടാ എന്താ സംഭവിച്ചു? മായ എവിടെ? നോക്ക് എന്തായാലും പറ്റിയോ? ഹലോ ഓഫീസേഴ്സ്. നിക്കടാ സാർ, ഇവനാണ് സാർ. എന്താ സാറേ? അളിയ എന്ത് പ്രശ്നമുണ്ടല്ലോ ഞാനുണ്ടടാ. എല്ലാവരും സന്തോഷത്തിനല്ലേ? ഇതിലാരാടാ സുധി? എന്താടാ രണ്ടുപേരും പരിങ്ങുന്നേ? ഞാനാ സാറേ. ആരൊക്കെ ചേർന്നാടാ അത് ചെയ്തേ? ഏതാ സാർ? എത്ര പേര് ചേർന്നാ ചെയ്തതെന്ന്? സാറേ ഞങ്ങൾ രണ്ടുപേരും മാത്രാ. പക്ഷെ ഞങ്ങൾ ഒന്നും ചെയ്തില്ല സാറേ. ഒന്നും ചെയ്തില്ലേ? ഇപ്പൊ എവിടാണ് അങ്ങേര്? അങ്ങേരല്ല സാർ, അവള്. എന്ത് അവളോ? എന്താടാ വരദരാജൻ പെമ്പേഴ്സിലാണോ വന്നേ? അദ്ദേഹം ഒന്നും ഇവിടെ വന്നില്ല സാറേ. മായ എന്ന് പറഞ്ഞൊരു പെണ്ണ ഞങ്ങളെ കൊണ്ടുവന്നത്. എങ്കിൽ പിന്നെ വരദരാജൻ എവിടെയാ? അറിയില്ല സാറേ. അറിയില്ലേ? എന്ത് ചോദിച്ചാലും അറിയില്ല സാറേ. ഞങ്ങൾ സത്യ പറയുന്നേ. റൂം നിന്റെ പേരിലാ ബുക്ക് ചെയ്തിരിക്കുന്നത്. വരദരാജനെ വിളിച്ചോണ്ട് പോകുന്നത് CCTV റെക്കോർഡ് ആയിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും ഞങ്ങൾക്കറിയില്ല. സാറ് സാബു സാറിന് ഫോൺ ചെയ്ത് 2 അക്യൂസ്റ്റിനെ കിട്ടിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം സാറേ. പറയൂ ദിനേഷ്, റിസോർട്ടിൽ തന്നെ ഉണ്ടോ? അതെ സാർ, റിസോർട്ടിൽ തന്നെ. അതെ സാർ, വരദരാജൻ നൈറ്റ് റൂമിൽ വന്നിട്ട് പോയിട്ടുണ്ട്. ഇല്ല സാർ, റൂം സുധി എന്നുള്ള പേരിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തിനാ വന്നെന്നറിയില്ല, ചോദിച്ചോണ്ടിരിക്കുക സാർ. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. സാർ സത്യമാണ് പറഞ്ഞത്. 2 അക്യൂസ്റ്റിനെ കിട്ടിയിട്ടുണ്ട് സാർ. ഒരുത്തിന്റെ പേര് സുധി, ഒരുത്തിന്റെ പേര് പരശു. അതിലെ സുധി വരദരാജനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് CCTV റെക്കോർഡ് ആയിട്ടുണ്ട് സാർ. എങ്ങോട്ടാ വിളിച്ചോണ്ട് പോയെന്ന് ചോദിച്ചാൽ അറിയില്ലെന്നാ. എന്താ കളിക്കുകയാണോ നിങ്ങൾ? ആരാണ് മിസ്സിംഗ് എന്ന് അറിയാമല്ലോ. വരദരാജൻ സാർ. സാർ അത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മുട്ടുകാല് തല്ലി ഓടിക്കേ. സത്യം പറയുന്നത് വരെ വിടരുത്. ഞാൻ ചോദ്യം ചെയ്യാം സാർ. അല്ല എന്താ പ്രശ്നം? വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ടല്ലോ. 2 സസ്പെൻസ് കുടുങ്ങിയിരിക്കുന്നു. We will see. ഓ ഗ്രേറ്റ്. റൂം നിന്റെ പേരിലാ ഉള്ളത്. അയാളെ വിളിച്ചോണ്ട് പോകുന്നത് CCTV റെക്കോർഡ് ആയിട്ടുണ്ട്. എന്താടാ നീയൊക്കെ എന്നെ കളിയാക്കണോ? സാർ മാറു സാർ. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് ഒരു ഓഫീസർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലടാ. 2 പേരെയും വെടിവെച്ച് കൊല്ലടാ ഞാൻ. വേഗം നഴിക്കണം. അഴിക്കാൻ പറയുന്നത് കേൾക്കണം. വേഗം നാട്ടെ. എടാ അഴിക്കാൻ. വേഗം നഴിക്കാനാ പറഞ്ഞു. അഴിക്കടാ അഴിക്കാൻ. എന്നെ വിട്ടേക്കണം. അയ്യോ പരശു. സുധി. എടാ സുധി, അളിയാ. എടാ സുധി. എടാ കുഴപ്പമില്ലല്ലോ. കെട്ടടിക്കാൻ. എടാ നീ ഇങ്ങനെ പോലീസിനെ അടിച്ചിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എടാ എവിടെ നോക്കിയാലും പോലീസാണല്ലോ. അയ്യോ എത്ര പേരുണ്ടായിരുന്നോ? 3 പേര് സാർ. ഇവിടെയും പോലീസാണല്ലോ. എവിടെ നോക്കിയാലും പോലീസാ. അയ്യോ അവരിവിടെ ഉണ്ട്.
വേഗം പോടാ. പോയി കാർ എടുക്ക്. എന്താ അവനെ കാണുന്നില്ലല്ലോ? എന്തോ അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? സർക്കാർ ഇങ്ങനെ വന്ന ഇൻസ്പെക്ടറാണ് ഞാൻ. അവിടെ നിൽക്കാൻ. ഇതെന്തി ഫ്രണ്ടിൽ ബാക്കിൽ വല്ല വണ്ടി ഓടിട്ടിരിക്കാണല്ലോ. ഓടിയോ? ശരി. എടാ നീ എന്തിനാ പോലീസിനെ അടിച്ചത്? നമ്മുടെ കഥ കഴിച്ചടാ. ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ അങ്ങോട്ട് പോകണ്ട. എടാ വേണ്ട, നമ്മളിങ്ങനെ പോയാൽ അവർ നമ്മളെ അക്യൂസ്ഡ് ആക്കൂടാ. നമ്മളെ അക്യൂസ്ഡ് ആക്കി ഒന്നും മിണ്ടാതിരിക്കേ. എടാ നീ എങ്ങോട്ടേ ഓടിച്ചോണ്ട് പോകുന്നു? വണ്ടി നിർത്തണമെന്ന്. എടാ വണ്ടി നിർത്താനാ പറഞ്ഞത്. വാ പോയി സറണ്ടർ ആകാം. വാ ഇറങ്ങ്. വാടാ വാ പോയി സറണ്ടർ ആകാം. വാ. എടാ അതല്ലടാ. പിന്നെന്താടാ? നമ്മളാണ് റൂമിലേക്ക് പോയത്. അല്ല, അവളല്ലേ കൂട്ടിക്കൊണ്ട് വന്നത്. അവളവിടെ അറിയില്ല. എല്ലാം പ്ലാനിങ് ആളിയാ. നമ്മുടെ പേരിൽ റൂം ബുക്ക് ചെയ്തേക്കുന്നു. നമ്മളെ കൊണ്ടൊന്നും മായം കാണുന്നില്ല. ഇതിൽ വരദരാജനെ ആര് കൊണ്ടുപോയോ? വരദരാജനും നമുക്കും എന്താ ബന്ധം? അയാളെ കാണുന്നില്ലെന്ന് പറഞ്ഞ് നമ്മളെ അടിക്കുന്നു. വേറൊന്നുമല്ല, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അത്രയും പൊക്കം കുറഞ്ഞ് പോലീസിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവൻ പോലീസ് അല്ലടാ, എല്ലാം സെറ്റപ്പാ. ഞാൻ കാരണം എനിക്കിത് വേണം. ആവശ്യമില്ലാതെ പോലീസുകാരെ അടിക്കുകയും ചെയ്തു. പോലീസുകാർ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അറിയാവോ? എന്താടാ അത്? എന്തോ ടൈ പോലുണ്ടല്ലോ. ആരാടാ ഇത്? എടാ വരദരാജനാടാ. അങ്ങേർക്ക് എന്താണ് ഇതിനകത്ത് കാര്യം? എടാ ഞാൻ ചോര. സാറേ എടാ നീ മരിച്ചടാ. കൊന്നോ നീ അങ്ങേരെ? എടാ ഞാൻ എപ്പോഴാ കൊന്നേ? നമ്മുടെ ജീവിതം തന്നെ തീർന്നടാ. എടാ ഒന്ന് മിണ്ടാതിരിക്കടാ. നമ്മൾ വെള്ളം അടിച്ചിരിങ്ങനെ കൊല്ലാൻ വേണ്ടിയായിരുന്നടാ. ഇയാൾ എങ്ങനെയാടാ ഇതിന്റെ അകത്ത് വന്നേ? എല്ലാം ഞാൻ കാരണമാ. പോലീസുകാരെ വരെ ഞാൻ തല്ലി. ഇതെല്ലാം എനിക്ക് വേണം. എല്ലാം ഞാൻ കാരണമാ. സാർ എന്താ സംഭവിച്ചത്? ഞങ്ങളെ അടിച്ചിട്ട് അവന്മാർ കടന്നു കളഞ്ഞു. എങ്ങനെ സംഭവിച്ചു? പ്ലാൻ ചെയ്ത് കിഡ്നാപ്പ് ചെയ്ത പോലുണ്ട്. വരദരാജൻ ഇവിടെ താമസിച്ചിട്ടേ ഇല്ല സാർ. അയാൾക്ക് വേറെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അറിയാം സാറേ. അയാൾ ഇങ്ങോട്ട് വരുത്തിക്കുമായിരുന്നു. എന്താ നടന്നത്, എന്തിനാ വന്നത്, ആർക്കും ഒന്നും അറിയില്ല സാർ. സുധി എന്നുള്ള പേരിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. രാത്രി മുഴുവൻ വെള്ളമടിച്ചിട്ടുണ്ട്. റൈറ്റ് ആൻഡ് ഫിംഗേഴ്സ്. വരദരാജനും ആ പിള്ളേരും തമ്മിൽ സ്ട്രഗ്ലിംഗ് നടന്നിട്ടുണ്ട്. കീപ് ഇറ്റ് അപ്പ്. റൂമിൽ അവിടെ എവിടെയായിട്ട് രക്തക്കറയും ബുള്ളറ്റ് മാർക്കും ഉണ്ട് സാർ. എല്ലാ എവിഡൻസും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സാർ. സാർ ഒരു തവണ ചെക്ക് ചെയ്താൽ ലാബിലേക്ക് അയക്കാമായിരുന്നു. വെയിറ്റ് എ മിനിറ്റ്, എനിക്കൊരു ചെറിയ സംശയം. അതില് ഒരാൾ മാത്രമല്ല തിരിച്ചു വന്നത്. ഒരുത്തം ബോധമില്ലാതെ ഇവിടെ കിടക്കുമായിരുന്നു സാർ. അവനെ രക്ഷിക്കാൻ വന്നവനാ ഞങ്ങളെ അടിച്ച് താഴെ ഇട്ട് കടന്നു കളഞ്ഞത്. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ അറിഞ്ഞോ? ഒരുത്തിന്റെ പേര് സുധി, ഒരുത്തിന്റെ പേര് പരശു. രണ്ടുപേരും കൊച്ചിയാ. പുതിയ ട്രാക്ടർ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് രണ്ടുപേരും വന്നിരുന്നു സാർ. ട്രാക്ടർ ഷോറൂം എന്ന് വെച്ചാൽ ആ പുതിയതായിട്ട് തുറന്ന ഷോറൂമാണോ? യെസ് സാർ. സാർ രണ്ടുപേരിൽ ഒരാള് രാത്രി വരദരാജനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് CCTV റെക്കോർഡായിട്ടുണ്ട്. CCTV റൂം എവിടെ? അവിടെയാണ് സാർ. ഒന്ന് ഫ്രീസ് ചെയ്യ്. ക്യാമറ 1 റിവൈൻഡ് ചെയ്യ്. ഇവിടെ ഫ്രീസ് ചെയ്യ്. സാർ ഐ നോ ദിസ് ഗൈ. ഇവനും ആ ഷോറൂമിലുള്ളതാ. ഇവരുടെ ഷോറൂം ഓപ്പണിങ്ങിനാണ് വരദരാജൻ സാർ വന്നത്. ആർ യു ഷുവർ? യെസ് ഷുവർ സർ. വെൽ ഓക്കെ, ഈ വീഡിയോ ഫുട്ടേജിന്റെ ഒരു കോപ്പി എനിക്ക് വേണം. ഓർഗനൈസ് ദാറ്റ്. സാർ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഇന്നലെ ഇവനാണ് വരദരാജൻ സാറിനെ ഇന്റർവ്യൂ എടുത്തത്. അദ്ദേഹത്തെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവന് നന്നായി അറിയാം. അദ്ദേഹം കൂടെ അവന്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടാണ് സംസാരിച്ചത്. നിങ്ങളൊരു കാര്യം ചെയ്യേ, ആ പിള്ളേരെ പറ്റി ഷോറൂമിലൊന്ന് അന്വേഷിക്കും. പിന്നെ ആംബൂറിൽ മുഴുവൻ സെക്യൂരിറ്റി ഒന്ന് ടൈറ്റ് ചെയ്യും. പിന്നെ അവരുടെ മൊബൈലും കാറും ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ. ഷുവർ സർ. രണ്ടുപേരും ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല. യെസ് സർ. യെസ് സർ. ഓക്കെ റൈറ്റ്. എക്സ്ക്യൂസ് മീ. റിയാസ്, എന്തുണ്ടടാ? നീ ഇപ്പൊ ഡൽഹിയിലാണോ? ഞാൻ ആംബൂറിലുണ്ട്. ആംബൂരിലോ? അതെ, ഒരു കേസ് അന്വേഷിക്കാൻ വന്നതാ. ഈ വരദരാജനല്ലേ, അയാൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. എന്തുവാടേ പറയുന്നേ? മാറ്റർ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്കൊരു ചെറിയ സഹായം വേണം. എന്താടാ? അയാളെ കിഡ്നാപ്പ് ചെയ്ത പിള്ളേർ രണ്ടുപേരും പോലീസിന്റെ കുടുങ്ങിയായിരുന്നു. അവര് പോലീസിനെ പറ്റിച്ച് കടന്നു കളഞ്ഞു. എല്ലാ ഡീറ്റെയിൽസ് ഞാൻ നിനക്ക് അയക്കാം. നീ ഒന്ന് അന്വേഷിച്ചിട്ട് പറ. ശരിടാ. അല്ലടാ, നീ എന്തിനാ അവിടെ? അത് ആ ഗ്രാനൈറ്റ് വിഷയത്തില് വരദരാജനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. ഇപ്പൊ സംഗതിയുടെ പോക്കൊരു വല്ലാത്ത രീതിയിലാ. അന്വേഷിച്ചിട്ട് നീ ഞാൻ നിനക്ക് ഫോൺ ചെയ്തോളാം. അപ്പൊ കാണാം.
എന്താ നടന്നത്? ബിരിയാണി കടയിൽ പോയി, ആ ഒരു പെണ്ണ് വന്നു, ഫോളോയും ചെയ്തു, ആ, ആ, പിന്നെ റൂമിലേക്ക് ആ, പോയി. ആ. ആ. അവളാ വിളിച്ചത്. ആ അതെ അതെ അതെ. അത് കഴിഞ്ഞ് വെള്ളവും അടിച്ചു. ആ സോങ്ങും ഉണ്ടായിരുന്നു. ആരോ കഥകിൽ വന്നു മുട്ടി. ആ വരദരാജനാണ് ആ വന്നത്. വരദരാജൻ വന്നു. അത് കഴിഞ്ഞ് ബാത്റൂമിലേക്ക് പോയി, പിന്നെ കുറെ വെള്ളം ആ, കൂടെ ആ, അടിച്ചു. അതെ 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 അത് തന്നെ. അതിനുശേഷം അളിയാ ആ, അതെ അതെ. നിനക്കിപ്പോ ഓർമ്മ വരുന്നുണ്ട്. പറ 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 പോരട്ടെ. പറ പറ പറ. അയ്യോ എന്നിട്ട് നിക്കളിയ എന്താ നടന്നത്? ബിരിയാണി കടയിലേക്ക് പോയി, പെണ്ണു വന്നു. ആ ഇവിടെ അടി ഉണ്ടായിരിക്കും അല്ലേ? മെഡിലോം ബ്ലാങ്കറ്റയുടെ സാധനം അത്. ഡാ എന്തിനാണ് ഈ പറഞ്ഞ ഡയലോഗ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിനക്കെന്താ വട്ടായോ? ഓക്കെ ഓക്കെ കൂൾ കൂൾ. അളിയാ ഒരു പക്ഷേ ബോധമില്ലാതെ ആ പെണ്ണിന് വേണ്ടി വരദരാജനെ നീ കൊന്നതാണോ? ആദ്യം ഒരുപക്ഷെ നിന്റെ ആളായിരിക്കാം, ഇപ്പൊ എന്റെ കയ്യിലാ. ഞാനെന്തിനാണ് കൊല്ലുന്നത്? അല്ല അല്ല ഒരുപക്ഷെ ഞാൻ കൊന്നതാണോ? ഞാനും എത്ര നാളായി കോമഡി മാത്രം ചെയ്യുന്നത്. ഗെയിം ഓവർ. അങ്ങനെ ആയിരിക്കാടാ. അല്ലടാ, നീയുമല്ല ഞാനുമല്ല, നമ്മളാണ് റൂം ബുക്ക് ചെയ്തത്. അവളാടാ കൊന്നത്. ഇനി മുതൽ നിന്നെ പോലെ ഒരു വയസ്സിന്റെ കൂടെ കഴിഞ്ഞുകൂടാൻ എനിക്ക് വയ്യ. ബൈ ബേബി. എടാ അളിയ സാമു വിളിക്കുന്നു. എടാ അളിയ ഐഡിയ സ്റ്റാറാ, അവനോട് ചോദിക്കും, എന്തെങ്കിലും ഐഡിയ പറയും. ഹലോ ഹായ്ഡാ. എടാ ഞാൻ ആമ്പൂര് വന്ന് സാധനം വാങ്ങിയിട്ടുണ്ട്. ആരുടെ കയ്യിൽ ഇത് കൊടുക്കണ്ടേ? ഡോ എന്റെ എം ഡി എവിടെ? ഇപ്പൊ അതങ്ങ് വിട്ടേര്. ഇപ്പൊ പ്രധാന കാര്യം അതല്ല. എടാ ഇതിനെക്കാട്ടി എന്താ വേറെ പ്രധാനപ്പെട്ട കാര്യം പറയടാ. ഡോ എടാ ഒരു മിനിറ്റ്, എം ഡി എവിടെ? അകത്തോണ്ട് പറയടാ. ഇപ്പോ നിന്റെ കയ്യിൽ ഒരു ബോഡി കിട്ടിയെന്ന് വെച്ചോ, എന്ത് ചെയ്യും നീ? എന്ത് ബോഡിയോ? എടാ അത് ലേഡീസ് ഐറ്റം അല്ലേ, അത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഫംഗ്ഷൻ മോഡൽ ചെയ്ത് നോക്കിയതല്ലേ, എവിടെങ്കിലും എടുത്ത് കളയാനുള്ളതിന്. എടാ ഡെഡ് ബോഡി ആണെന്ന്. ഡെഡ് ബോഡിയോ? എടാ ചോദ്യം ഒന്നും വേണ്ട, എന്ത് ചെയ്യണമെന്ന് എടാ മാത്രം പറ. മലയുടെ മുകളിൽ നിന്ന് താഴേക്കിട്, അപ്പൊ ആര് കണ്ടാലും ആത്മഹത്യ എന്ന് വിചാരിച്ചോളൂ, പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല. സൂപ്പർ സൂപ്പർ ഐഡിയ ആണ് നീ പറഞ്ഞത്. എനി ഡൗട്ട് കോൾ മീ ബൈ. സുധി നിന്റെ ഫ്രണ്ടാണ്. ക്ലോസ് ഫ്രണ്ട്, വെരി വെരി ക്ലോസ് ഫ്രണ്ട്. എനി പ്രോബ്ലം? വരദരാജൻ മരിച്ച കാര്യം നമുക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അതെ അതെ. ഈ ബോഡി മലയുടെ മണ്ടൻ താഴെ കിട്ടുന്ന വെച്ചോ, കാണുന്നവർ ആത്മഹത്യാന്ന് വിചാരിക്കും. എല്ലാം ഓക്കെ ആവുമല്ലോ അല്ലേ? എല്ലാം ശരിയാവൂടാ. ഇങ്ങോട്ട് നോക്ക്, ഫസ്റ്റ് അവൻ പറഞ്ഞ പോലെ ചെയ്യാം. അത് കഴിഞ്ഞ് ആര് വന്ന് എന്ത് ചോദിച്ചാലും വരദരാജൻ വന്നു, പക്ഷെ എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയില്ലെന്ന് പറയണം. പോലീസ് ചോദിച്ചാൽ അത് തന്നെ പറയണം. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ മലമേളിൽ നമ്മൾ ബോഡി താഴേക്ക് ഇടുമ്പോ ആരെങ്കിലും വന്ന് കണ്ടിട്ട് പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്ത് പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊല്ലാൻ വിധിച്ചാലോ? അളിയ ഐ ലവ് യു. ഐ ലവ് യു ടു. ഇപ്പൊ എന്താടാ ചെയ്യുന്നത്? അറിയില്ലല്ലോ. നമുക്ക് ബോഡി കുഴിച്ചിട്ടാലോ? നമ്മൾ രണ്ടുപേരും ചേർന്ന് ഒരു കുഴിയെടുത്ത് ആ ബോഡി അകത്തിട്ട് മൂടി, പോലീസ് നായ അങ്ങനെ മണം പിടിച്ച് വന്ന് കുഴിച്ചിട്ടിടം കണ്ടുപിടിച്ച് ബോഡി അകത്തുനിന്ന് തോണ്ടിയെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് മണം പിടിച്ച് വന്ന് പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്താ? സോറി ചേച്ചി, അളിയ എന്റെ ചേച്ചിയെ. അപ്പോ നമുക്ക് ആ ബോഡി അങ്ങ് കത്തിച്ചു കളഞ്ഞാലോ? കത്തിച്ചു കളഞ്ഞിട്ട് എന്താ? അവിടുന്ന് കിട്ടുന്ന അസ്ഥി വെച്ച് DNA ടെസ്റ്റിൽ വരദരാജനാണെന്ന് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച അപ്പ തന്നെ തൂക്കിക്കൊല്ലും. സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ, അല്ല ഇവനാ. അപ്പൊ നമ്മൾ ഇനി എന്താടാ ചെയ്യേണ്ടത്? നമുക്ക് പോയി സറണ്ടർ ആകാടാ. നമ്മൾ എങ്ങനെയൊക്കെ ആലോചിച്ചാലും നമ്മളെ തൂക്കിക്കൊല്ലൂടാ. എന്റെ ചേച്ചിയുടെ കല്യാണമാ. അളിയ വിഷമിക്കാതെ, ഞാനുണ്ടോ നിന്റെ കൂടെ? ആദ്യം സാം പറഞ്ഞ പോലെ ഫസ്റ്റ് ഐഡിയ മലയും താഴേക്ക് എടുത്തിടുന്നത്. അയ്യോ പോലീസ് പോലീസ്